അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചായ ആണോ കാപ്പിയാണോ ഹെൽത്തി ഓർ ബെറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും രണ്ടും കൊള്ളത്തില്ല. ഇപ്പോൾ കോഫി ആണെങ്കിൽ ഭയങ്കര സ്റ്റിമുലന്റ് ആണ്, ചായ ആണെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ കോസ് ചെയ്യും എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിൽ ഞാൻ പോലും കൊച്ചിയിലേക്ക് ആയപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചായ കുടിക്കാൻ പാടില്ല, ബ്ലാക്ക് ടീ കുടിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും അത് സത്യമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചായയിലും കോഫിയിലും ശരിക്കും പ്രത്യേകിച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, ബെനിഫിറ്റ്സ് ഇല്ല ഞാൻ പറയുന്നില്ല, ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ് എപ്പോഴാണ് നമ്മൾ ചീത്തയായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാര അളവിൽ കൂടുതൽ അല്ലെങ്കിൽ പഞ്ചസാര ഒരുപാട് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മധുരമായിട്ടൊക്കെ ചായ കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ആ ചായയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ഓർ ടീ. ഇപ്പം 3 കാര്യങ്ങൾ അതിൽ നോക്കണം. അതിന് മുന്നേ ഈ വീഡിയോ നിങ്ങളെ ചായ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ കോഫി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവരോട് പറയാ ചായയും കോഫി ആണെങ്കിൽ അത് ഏത് സ്റ്റേജിലാണ് അത് കുടിക്കേണ്ടത്. പിന്നെ കോഫി എടുക്കുവാണെങ്കിൽ അതിന് കെഫൈന്റെ പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എനർജി കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ കോഫി എന്ന് പറയുന്നത്. സോ ചായ എടുക്കുമ്പോൾ L-ടൈനിൻ എന്നൊരു പ്രോപ്പർട്ടിയാണ് അതിൽ കൂടുതൽ. അപ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ്. അതവർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ. നമുക്കിപ്പം ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംതിങ് അടിച്ച് നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കാൻ പറ്റും. രണ്ടിലും ആന്റി ഓക്സിഡൻസിന്റെ പ്രോപ്പർട്ടീസ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ അത് പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ എപ്പോഴാണ് ചായ കുടിക്കേണ്ടത്, എപ്പോഴാണ് കോഫി കുടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയാ എനർജി ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കപ്പ് കോഫി കുടിച്ചാൽ ഭയങ്കര എനർജി ഫീൽ ചെയ്യും. ഇപ്പൊ സപ്പോസ് നമ്മൾ ഭയങ്കര സ്ട്രെസ് അടിച്ച് ഭയങ്കര സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കപ്പ് ചായ കുടിച്ചാൽ അതിന് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ അതിന്റെ ആ പർട്ടിക്കുലർ എസൻസ് നമ്മുടെ ഉള്ളിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ till then it's my talk with Dr. Rajesh signing off. Thank you.